إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوى الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബം അത് ഇമ്പത്തിനുള്ളതാണ്. പാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഇമ്പമുള്ളതാണ്, ഇമ്പം ഉണ്ടാവേണ്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മക്കൾ. ആ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്, വരദാനമാണ്. വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് എല്ലാവർക്കും മക്കളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റബ്ബ് ദാനമായി ഔദാര്യമായി നൽകുന്നത്. ഇമാം ഹക്കീം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഔലാദുക്കും ഹിബത്തുല്ലാഹ്, നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാനമാകുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺമക്കളെ കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺമക്കളെയും കൊടുക്കും. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു നസ്വാണ്, ഖണ്ഡിതമായ ഖുർആനിന്റെ ഒരു തത്വമാണ്. സൂറത്ത് ശുഅറാഇന്റെ 49-50 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയുടെ മുൽക്ക്, ആധിപത്യം അള്ളാഹുവിനാകുന്നു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അവൻ സൃഷ്ടിപ്പ് നടത്തുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺമക്കളെ നൽകും,
അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺമക്കളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, ചില ആളുകൾക്ക് അവൻ ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി നൽകും, കുറച്ചാണും കുറച്ച് പെണ്ണും. വയജഅലു മൻ യശാഉ അഖീമാ, ചില ആളുകളെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അഖീമായി, വന്ധ്യകളായി, പ്രസവിക്കാത്തവരായി, ഒറ്റ കുട്ടികളും ഇല്ലാത്തവരായി അവൻ ആക്കി മാറ്റും. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു ആർക്ക് എന്ത് എങ്ങനെ കൊടുക്കണം എന്ന് ഇൽമുള്ളവനാണ്. ആ തന്റെ ഇൽമു നടപ്പിലാക്കാനുള്ള ഖദീർ, അവൻ ഖുദ്റത്തുള്ളവനുമാകുന്നു. ഈ മക്കൾ അത് ഉണ്ടാവണമെന്നും അനുസരണയുള്ളവരാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നാണ്. പ്രായത്തിന്റെ അങ്ങേ തലക്കലെത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം അവരെ താമസിപ്പിച്ചത് ബൈത്തുൽ മഖ്ദസിനകത്തായിരുന്നു. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയന്ത്രണത്തിന് കീഴിൽ അവർ അവരുടെ ഹുജറയിൽ ഇരിക്കുന്ന സമയം സക്കരിയ നബി തന്റെ മെഹ്റാബിലേക്ക് പള്ളിക്കുള്ളിയിലൂടെ നടന്നു പോകുമ്പോ ആ മുറിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആ കാലഘട്ടത്തിൽ നാട്ടിൽ സീസണബിളായി ലഭ്യമല്ലാത്ത പഴവർഗ്ഗങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ ഇരിക്കുന്നത് കാണാം. ആ സമയത്ത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട് സക്കരിയ നബി ചോദിച്ചു, എവിടുന്നാ മറിയമേ ഇത്? അവർ പറഞ്ഞു, ഇത് അള്ള തന്നതാണ് എന്ന്. സീസണബിൾ അല്ലാത്ത കാലഘട്ടത്തിൽ പഴവർഗ്ഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറാമത്ത് എന്ന നിലക്ക് തന്റെ പ്രിയപ്പെട്ട ദാസിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. ആ സമയത്ത് തലയില് ഒരു ചെറിയ ക്ലിക്ക്, ഒരു സ്പാർക്ക് സക്കരിയ നബിക്ക്. സീസൺ അല്ലാത്ത കാലത്ത് പഴം കൊടുക്കാൻ അള്ളാഹിനെ കൊണ്ട് കഴിയെങ്കിൽ 120 പിന്നിട്ട സക്കരിയാക്ക് ഇതുവരെ പ്രസവിക്കാത്ത തന്റെ ഭാര്യയെ ഒന്ന് പ്രസവിപ്പിക്കാൻ അള്ളാഹുവിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ഈമാനിന്റെ ഒരു തേട്ടം ഉണ്ടാകുന്നു. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് സക്കരിയ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? ഖാല റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പ്രാർത്ഥനകളെ കേട്ടുത്തരം നൽകുന്ന റബ്ബേ, നിന്റെ പക്കൽ നിന്ന് ഒരു ത്വയ്യിബായിട്ടുള്ള നല്ല ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. ആ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. അത് സൂറത്ത് മറിയമിന്റെ 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു മറുപടി നൽകുന്നുണ്ട്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഞാൻ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇസ്മുഹു യഹ്യാ, അവന്റെ പേര് യഹ്യ എന്നാകുന്നു എന്ന്. ഖുതുബയില് ഞാൻ ഇന്ന് നിങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയം, കുട്ടിയുണ്ടായാ പോരാ, ആ കുട്ടിക്ക് നല്ലൊരു പേരുണ്ടാവണം. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടിയെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അള്ളാന്റെ വക നൽകിയതാണ് സന്താനം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പേര് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മതപരമായ ചില നിയമങ്ങളും. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ 2-3 മാസമായി തലശ്ശേരിയിൽ നിന്ന് നിരന്തരമായ ഫോൺ കോളുകൾ. സ്ത്രീകളൊക്കെ അങ്ങനെ പ്രസവിച്ചും കൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ ഖൈർ. കുട്ടികൾക്ക് പേരിന്റെ അർത്ഥം ചോദിച്ചിട്ടുള്ള വിളി പലപ്പോഴും എന്താ പേര് വെക്കേണ്ടത് എന്ന് ഉസ്താദുമാരോട് ആരും ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്, വളരെ റയറായ ആളുകൾ. പേരൊക്കെ പെരയില് തീരുമാനിച്ചിട്ട് പിന്നെ അതിന്റെ അർത്ഥം ചോദിക്കലാണ്. ചിലപ്പോൾ ചില ആൾക്കാർ പേരൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് അപ്പുറത്തുള്ള ആൾക്കാർ ഇതെന്ത് പേരാന്ന് ചോദിക്കുമ്പോ ഇട്ടോനിക്ക് തന്നെ അറിയില്ല ഇതെന്താ സാധനം എന്ന്. അപ്പോ ഉസ്താദിനൊന്ന് വിളിച്ച് കൺഫേം ചെയ്ത് വെക്കലാണ് ഉറപ്പിന് വേണ്ടിയിട്ട്. അത്തരം ചില പ്രവണതകൾ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ പാലിക്കപ്പെടേണ്ട ചില മര്യാദകളുണ്ട്. പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ, ഹദീസ് തുടക്കം അങ്ങനെയാണ്, റസൂലുള്ള കൽപ്പിച്ചു. ശ്രദ്ധിക്കുക, അമറ എന്ന് ഹദീസിൽ പ്രയോഗം വന്നാൽ അത് അല്പം ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ള വെറുതെ സൂചിപ്പിച്ചതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്. ബിതസ്മിയത്തിൽ മൗലൂദി യൗമ സാബിഇഹി, പ്രസവം നടന്നതിന്റെ 7-ാമത്തെ ദിവസം കുട്ടികൾക്ക് പേര് വെക്കാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിരിക്കുന്നു. വവദ്ഇൽ അദാഅൻ,
അവനിൽ നിന്ന് മാലിന്യത്തെ നീക്കാൻ അഥവാ മുടിയെ നീക്കം ചെയ്യാൻ അതേ ദിവസത്തിൽ തന്നെ നിർവഹിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിരിക്കുന്നു. വൽ അഖീഖ അറുക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. 3 പണി ചെയ്യേണ്ടത് ഒരൊറ്റ ദിവസമാണ്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന കൊണ്ടുള്ള സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അന്ന് തന്നെ പേര് വെക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. അബൂ മൂസാ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസാ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉലിദ ലി ഗുലാമുൻ, എനിക്കൊരു കുഞ്ഞുണ്ടായി, ഒരു കുഞ്ഞ് ജനിച്ചു. ഫഅതൈതു ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ കുട്ടിയായിട്ട് പ്രസവിച്ച കുട്ടിയെയും എടുത്തുകൊണ്ട് ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. ഫസമ്മഹു ഇബ്രാഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് ഇബ്രാഹിം എന്ന് പേര് വിളിച്ചു. വഹന്നകഹു ബിതംറത്തിൻ, തംറത്ത് കൊണ്ട് തഹ്നീക്ക് ചെയ്തു എന്നാണ്. തഹ്നീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസവിച്ച കുട്ടിക്ക് ആദ്യം മധുരം നൽകുക, അതിനാണ് തഹ്നീക്ക് ചെയ്യാന്ന് പറയുന്നത്. റസൂലുള്ള തന്റെ അടുക്കലേക്ക് പ്രസവിച്ച കുട്ടികളുമായി വരുമ്പോൾ പഴുത്ത് ഭാഗമായ ഈത്തപ്പഴത്തെ തന്റെ വായിലിട്ട് ചവച്ച് അതിനെ പദം വരുത്തി സോഫ്റ്റ് ആക്കിയിട്ട് അതിന്റെ ചെറിയ ഒരു ഭാഗം അത് ഒന്ന് പ്രസ് ചെയ്ത് അതിന്റെ എസൻസ് തേൻ പരുവത്തിലുള്ള ആ മധുരം കുട്ടികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുള്ളത് പ്രസവിച്ച അന്നാണ്. ഈ 2 ഹദീസുകളെയും ഹദീസിന്റെ നിദാന ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ജംഅ് ചെയ്യുക എന്നൊരു തത്വമുണ്ട്. 2 ഹദീസുകളിൽ 2 ആശയങ്ങൾ വന്നാൽ 2നെയും യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, അഖീഖ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് 7ാമത്തെ ദിവസം അഖീഖ അറുക്കലും മുടിയെടുക്കലും പേര് വെക്കലും നൽകേണ്ടതുണ്ട്. എന്നാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണമോ കുട്ടിയുടെ മുടിയെടുക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങളോ രോഗമോ പനിയോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തിലാണ് മുടിയെടുക്കലും അഖീഖയും നടക്കുന്നതെങ്കിൽ പ്രസവിച്ച ഉടനെയും പേര് വെക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തായിട്ട് സംസാരിക്കുക. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഞാൻ അവന് എൻ്റെ പിതാവിന്റെ പേര് വെച്ചു എന്നാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ ജനിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ കുട്ടി മരണപ്പെടുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ മുഴുവൻ ആൺമക്കളും 3 ആൺമക്കൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. തന്റെ പൂർവ്വപിതാവായിരുന്ന ഇബ്രാഹിമിന്റെ പേര് പ്രസവിച്ച രാത്രിയിൽ തന്നെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? പേര് വെക്കൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പേര് നൽകുക എന്നത് അത് ഇസ്ലാമികമായി സുന്നത്താക്കപ്പെട്ട ഒരു കാര്യമാകുന്നു. അത് വളരെ ലളിതമായി നടക്കേണ്ട ഒരു പ്രക്രിയയാകുന്നു. ഇന്ന് സമൂഹത്തിലെ ആളുകൾ അതിനെ വളരെ സങ്കീർണമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു പ്രസവിച്ചു എന്ന് എനിക്കറിയാം, ഏതാനും മാസങ്ങൾ പിന്നിട്ട് വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചു, എന്താ മോന് പേര് വെച്ചില്ല? പേര് 4 മാസം പിന്നിട്ടിട്ട് പേര് വെച്ചിട്ടില്ല, പേര് തെരഞ്ഞു നടക്കുന്നു. കാരണം സ്പെല്ലിങ്ങുകൾ സ്യൂട്ടാവാത്തതിന്റെ പേരിൽ ഭാര്യയുടെ പേരിന്റെ ഒരു കഷ്ണം കിട്ടണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭർത്താവിന്റെ പേരും കിട്ടണം, ഡിക്ഷണറിയിൽ തെരഞ്ഞാൽ അതിന് അർത്ഥവും കിട്ടണം. ഇങ്ങനെയൊക്കെ കൂടിയുള്ള എന്നാൽ അത് ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് വന്നാൽ അതൊരു മോശമായ പേരാകാനും പാടില്ല. അതുകൊണ്ട് അതിനങ്ങ് സങ്കീർണവൽക്കരിക്കുന്ന ഒരു അവസ്ഥ, പുതുമയുള്ള പേരുകൾ അന്വേഷിച്ച് ചെല്ലുന്ന ആളുകൾ, സമൂഹത്തിനൊന്നും ആർക്കും ഇല്ലാത്ത ഒരു ഫ്രഷ് പേരിന് വേണ്ടി, എന്നാൽ കേൾക്കാൻ രസമുള്ളൊരു പേരായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളാണ് ഈ വിഷയത്തിൽ ആളുകൾ വെച്ചു പുലർത്തുന്നത്. ശ്രദ്ധിക്കുക, പേരിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല തന്റെ സുനനിൽ സ്വഹീഹായ സനദോടുകൂടി ജയ്യിദായ ഇസ്നാദോടുകൂടി രേഖപ്പെടുത്തുന്ന അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നകും തുദ്ഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും. ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിചാരണക്ക് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും. ആ വിളിക്കുന്നത് നിങ്ങളുടെ പേര് വെച്ചുകൊണ്ടാണ് വിളിക്കുക, നിങ്ങളുടെ വാപ്പാരുടെ പേരും കൂട്ടിയിട്ടാണ് വിളിക്കുക. അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ്, ജാബിർ ഇബ്നു അബ്ദുല്ല, അബ്ദുല്ലാന്റെ മകൻ ജാബിർ, അബ്ദുറഹ്മാന്റെ മകൻ അബ്ദുല്ല, ഇങ്ങനെ പേര് കൊണ്ടുള്ള വിളിയാണ് യൗമൽ ഖിയാമത്തിൽ ഉണ്ടായിരിക്കുക. ഹദീസിന്റെ അവസാന ഭാഗം ഫഅഹ്സിനൂ അസ്മാഅകും, അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കണം എന്നാണ്. ഖിയാമത്ത് നാളിൽ വിളി വരുമ്പോൾ അതൊരു തെറിവിളിയായിട്ട് ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ മനുഷ്യരും കേൾക്കെ സാക്ഷികളായിരിക്കെ. അവിടുത്തെ വിചാരണയുടെ രീതി അങ്ങനെയാണ്.
ഒരാൾക്ക് മറ്റൊരാൾ സാക്ഷിയാവുന്ന ഒരു സംവിധാനം. എത്ര കോടി മനുഷ്യരുണ്ടോ ആ മനുഷ്യർക്ക് മുഴുവൻ പരസ്പരം കാണാവുന്ന, പരസ്പരം കേൾക്കാവുന്ന ഒരു അന്തരീക്ഷമായിരിക്കും വിചാരണയുടെ നാളിലുണ്ടായിരിക്കുക. വാപ്പാന്റെ പേരും മോന്റെ പേരും കൂട്ടി വിളിക്കുന്ന സന്ദർഭമായിരിക്കും അവിടെ. അതുകൊണ്ട് പേരുകൾ പേര് നന്നാവണം, നല്ല അർത്ഥമുള്ള പേരായിരിക്കണം, ലളിതമായിരിക്കണം, വിളിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം എന്നൊക്കെ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹബ്ബ അസ്മാഇകും, നിങ്ങളുടെ പേരുകളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അബ്ദുല്ല എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണ് പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള. ബാക്കിയുള്ള പേരൊക്കെ മോശമാണ് എന്നല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര്. അള്ളാഹ് എന്നത് അള്ളാന്റെ ഇസ്മു തഫ്ളീലിൽ പെട്ടതാണ്. ആ അള്ളാഹ് എന്നുള്ള ഇസ്മു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ പടിയിലുള്ള ഏറ്റവും വിശാലമായ ആശയമുള്ള അള്ളാന്റെ ഇസ്മു പെട്ടതാണ് റഹ്മാൻ. ആ അള്ളാഹുവിലേക്കും റഹ്മാനിലേക്കും അബ്ദിനെ ചേർത്തുകൊണ്ടുള്ള നാമങ്ങൾ. ഇത് സഹാബത്തിന് ഇത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, ആ പ്രമുഖരായ മുഴുവൻ സഹാബികൾക്കും ആൺകുട്ടികളുള്ളവർക്കൊക്കെ ഒരു പേര് അബ്ദുള്ളയായി. ഉമർ റളിയല്ലാഹു അൻഹു മോനെ അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ അബൂ മൂസൽ അശ്അരി, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ്, അതിപ്രഗൽഭരായ കുറെ അബ്ദുള്ളമാര് സഹാബികളിൽ നിന്ന് താബികളിലേക്ക് തലമുറ കൈമാറുമ്പോൾ ദീനിന്റെ പ്രധാന കൈമാറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണികളായി മാറിയത് പ്രഗത്ഭരായ ധാരാളം അബ്ദുള്ളമാരെ. ഇപ്പൊ ഈ ഉദ്ധരിച്ച ഹദീസ്, നിങ്ങളുടെ പേരുകളിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുള്ള അബ്ദുറഹ്മാനാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹിബിൻ ഉമറാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ളയാണ്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവരം കൈമാറ്റപ്പെട്ടു. ഇസ്ലാമിന്റെ കൈമാറ്റ പ്രക്രിയയിൽ അബ്ദുള്ളമാർക്ക് വലിയ ഒരു പങ്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പേര് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന്മാരുടെ പേരുകൾ, പ്രവാചക പത്നിമാരുടെ പേരുകൾ, സഹാബികളിൽ പ്രമുഖരായവരുടെ പേരുകൾ ഇത് വെക്കുന്നത് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. തസമ്മൗ ബി അസ്മാഇൽ അംബിയാ, നിങ്ങൾ അംബിയാക്കന്മാരുടെ പേരുകൾ വിളിക്കുക, പേര് വെച്ചു കൊടുക്കുക കുട്ടികൾക്ക്. നോഹ്, ഇബ്രാഹിം, മൂസ, ഈസ തുടങ്ങിയിട്ടുള്ള പേരുകൾ. വഅഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹ് വഅബ്ദുറഹ്മാൻ വഅസ്ദഖുഹാ ഹാരിസുൻ വഹമ്മാമുൻ വഅക്ബഹുഹാ ഹർബുൻ വമുറ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അബ്ദുറഹ്മാനും അബ്ദുള്ളയുമാണ്. ആ പേരുകളിൽ ഏറ്റവും സത്യസന്ധമായ പേര് ഹാരിസും ഹമ്മാമുമാണ്. ആ പേരുകളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് ഹർബും മുറത്തുമാണെന്നാണ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ ഒരു വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു പേരിനെ കുറിച്ച് മാത്രമല്ല മോശം എന്ന് പറഞ്ഞത്. നിരവധി ആളുകൾ തന്റെ മുമ്പിലേക്ക് വരുമ്പോ എന്താ പേര്, ആ പേര് ഇന്നതാണ് എന്ന് പറയുന്ന സമയത്ത് ആ പേരുകളെ റസൂലുള്ളാഹി മാറ്റിയിട്ടില്ല. അങ്ങനെയല്ല, ഇനി മുതൽ ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ പേരുകൾ മാറ്റിയ ചരിത്രങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പേരിനെ ലളിതമാക്കി നല്ല ആശയമുള്ളതാക്കി മാറ്റാൻ ശ്രദ്ധിക്കാം. പക്ഷേ ഇന്ന് കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ഭാര്യ ഒരു പേര് നിർദ്ദേശിച്ചാൽ ഭർത്താവിന് അത് ഇഷ്ടാവൂല, ഭർത്താവ് ഒരു പേരിട്ടാൽ അത് ഭാര്യയ്ക്ക് ഇഷ്ടാവൂല, ഭർത്താവ് ഒരു പേരിടുകയും ഭാര്യ വേറൊരു പേര് വിളിക്കുകയും ചെയ്യുന്ന കുറെ കുടുംബങ്ങളുണ്ട്. കാരണം ഭർത്താവിട്ട പേര് അത് തൃപ്തിയാകാത്തത് കൊണ്ട് അതിന്റെ പേരില് കുടുംബങ്ങൾ പിണങ്ങുന്ന അവസ്ഥകളുണ്ട്. വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് പ്രസവം നടന്നു കഴിഞ്ഞാൽ പേര് വെക്കുന്നതിന് വേണ്ടി മഖ്ബറകളിലേക്ക് പോകുന്ന ആളുകളുണ്ട്, മഖാമുകളിലേക്ക് പോകുന്ന. ആ മഖാമിൽ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ബറക്കത്തോടുകൂടി അവരുടെ പൊരുത്തവും ഗുരുത്വവും നേടിയെടുക്കുന്നതിന് വേണ്ടി റബ്ബിന്റെ വരദാനമായ മക്കൾ, ആ മക്കൾക്ക് ഏറ്റവും ഉത്തമമായ നാമത്തെ റബ്ബിന്റെ പേരുകളിലേക്ക് ചേർത്ത് വിളിക്കുന്നതിന് പകരമായി കൊണ്ട് റബ്ബല്ലാത്ത ആളുകളുടെ പൊരുത്തത്തെയും ബറക്കത്തിനെയും തേടിപ്പോകുന്ന ആളുകൾ അതിഗുരുതരമായ ഒരു വീഴ്ചയാണ് അവർ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. സൂറത്ത് അറാഫിന്റെ 189, 190 രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹ് പറയുന്നു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ സത്തയിൽ നിന്ന്, ആണിന്റെ പെണ്ണിന്റെ അണ്ടം ബീജം കൂടിച്ചേർന്ന് ഉണ്ടായി തീർന്ന സിക്താണ്ഡത്തിൽ നിന്ന്, സൈഗേറ്റിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു എന്നാണ്.
വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. ആ ഉണ്ടായ മനുഷ്യൻ, ആ മനുഷ്യനിൽ നിന്ന് അവന് സമാധാനം അടയുന്നതിന് വേണ്ടി പെണ്ണിനെ, ഇണയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഫലമ്മാ തഗശാഹാ, ആ ആണ് പെണ്ണിനെ പ്രാപിച്ചപ്പോൾ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി, അവൾ ഗർഭം ധരിച്ചു. അത് വളരെ ഭാരം കുറഞ്ഞതായിരുന്നു. പുരുഷന്റെ നുതുഫ സ്ത്രീ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ നാളുകൾ ലഘുവായതായിരുന്നു. ആ ഗർഭവും ചുമന്ന് അവൾ ഇങ്ങനെ ഭൂമിയിലൂടെ നടന്നു. ഫലമ്മ അസ്ഖലത്, അതിനിങ്ങനെ ഭാരം കൂടാൻ വേണ്ടി തുടങ്ങി. അള്ളാഹ് കൃത്യമായ ഒരു ചിത്രം മുമ്പിൽ വെച്ചുതരാം. ഇല്ലായ്മയിൽ നിന്ന് അവൻ രണ്ടിനെയും കൂടി ചേർന്ന് ഉണ്ടാക്കി. അത് ഭാരമുള്ള അവസ്ഥയിലേക്കായി മാറി. അതിങ്ങനെ ഭാരം കൂടിയപ്പോ ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ ആതൈതനാ സ്വാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. ഇങ്ങനെ വെയിറ്റ് വരാൻ തുടങ്ങിയപ്പോ രണ്ടാളും കൂടി പ്രാർത്ഥിച്ചു, പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണമേ, ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെ ഒരു നല്ല ഒരു സന്താനത്തെ അവർക്ക് നാം നൽകിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നാം കൊടുത്ത വിഷയത്തിൽ അവര് അള്ളാഹു അല്ലാത്തവരുടെ പങ്കാളിത്തം ഉണ്ടാക്കിയെന്ന്. ബീജവും അണ്ടവും കൂടി ചേർത്തുന്ന പ്രവർത്തനത്തിൽ ആർക്കൊരു പങ്കാളിത്തമില്ല. 280 ദിവസക്കാലം മാതാവിന്റെ ഗർഭാശയത്തിന്റെ അതിന്റെ പാളികളിൽ അല്ലക്കായിട്ട് അത് ഒട്ടിപ്പിടിച്ച് കടിച്ചു പിടിച്ച് സ്ത്രീ ശരീരത്തിൽ നിന്ന് ആവശ്യമായ തന്റെ പോഷക മൂല്യമേറിയ ഭക്ഷണ പദാർത്ഥം വലിച്ചെടുത്തത് വളർന്നു വലുതാകുന്നതിൽ ആർക്കൊരു പങ്കുമില്ല. എന്നിട്ടൊരു നല്ല സന്താനത്തെ അവർക്ക് നാം നൽകിയപ്പോൾ അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായി. അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാകുന്നു. അല്ലാഹുവിന് ഒരു പങ്കാളിയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെയാണ് ബറക്കത്തിന് വേണ്ടി നാം ആഗ്രഹിക്കേണ്ടത്, തേടേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തെക്കാൾ നാം പരിഗണിക്കേണ്ടത്. അത് മക്കൾക്ക് പേര് വെക്കുന്ന വിഷയത്തിലും ആ ഒരു ധാരണയും ബോധവും നമ്മിൽ ഉണ്ടാകണം സഹോദരന്മാരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പൂർവികരായ ആളുകളുടെയും അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പേര് വിളിക്കാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ട്. അതിലൊന്ന്, പിശാചുക്കളുടെ പേരിട്ട് വിളിക്കാൻ പാടില്ല. ഹദീസിൽ പരാമർശിച്ച കുറെ ശൈത്താന്മാരെ പേരുണ്ട്. ഖൻസബ് ഒരു ശൈത്താന്റെ പേരാ. നിസ്കാരത്തിൽ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പഴപ്പിക്കുന്നു. അവന്റെ പേര് ഖൻസബ്. പേരിന്റെ അർത്ഥമൊന്നും ആൾക്കാർ നോക്കൂല. പേരങ്ങോട്ട് തൊള്ളയിൽ വന്നിട്ട് അങ്ങോട്ട് വിളിക്കും, സ്പെല്ലിംഗ് അങ്ങോട്ട് കൂട്ടി വെക്കും, എന്നിട്ട് വായിക്കല. അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണയും ബോധവും ആ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാമങ്ങൾ വിളിക്കാൻ പാടില്ല. അബ്ദു മനാഫ്, മനാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഗ്രഹത്തിന്റെ പേരാണ്. അങ്ങനത്തെ പേരൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വേഗം നാളെ അത് തിരുത്താനുള്ള ഏർപ്പാട് ചെയ്യുക. വളരെ ലളിത. ഇനിയിപ്പത് വയസ്സ് 40 50 ഇനിയിപ്പത് തിരുത്താൻ പോകും. അല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ വന്ന ആൾക്കാരെ ഓൺ ദ സ്പോട്ടിൽ റസൂൽ തിരുത്തി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ വളരെ ലളിതമായ പ്രക്രിയകളാണ്. ഒരു 4 ദിവസത്തിന്റെ പുറകെ നടക്കേണ്ടി വരും. നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്ന പേരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അള്ളാന്റെ റസൂലിന്റെ പരമ്പര ഉണ്ട്. അബ്ദുൽ മുത്തലിബ് അങ്ങോട്ട് മേലേക്ക് പോകുന്ന ആ പരമ്പരയിൽ അബ്ദു മനാഫ്. കിലാബ് ഉണ്ട്, നായ്ക്കൾ എന്ന പേര്. അതിൽ തന്നെ ഉണ്ട് മുറത്ത്, വേറൊരു പേര്. അള്ളാന്റെ റസൂല് ഏറ്റവും മോശപ്പെട്ട പേര് എന്ന് പറഞ്ഞതാ. സ്വന്തം വാപ്പാന്റെ ചോരയിൽ മേലേക്ക് പോകുമ്പോഴുള്ള തലമുറയിൽ വന്ന ഒന്നാണ്. അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. പിശാചുക്കളുടെ പേരുകൾ വിളിക്കരുത്. വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ഉസ്സ, അബ്ദു മനാഫ് തുടങ്ങിയ പേരുകൾ വിളിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരുടെ അടിമയാകുന്ന അബ്ദുൽ കഅബ, അബ്ദുശംസ് റസൂലുള്ളാഹിന്റെ പിതൃ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാ അബ്ദുശംസ്. ഇങ്ങനത്തെ പേരുകൾ വിളിക്കാൻ പാടുള്ളതല്ല. ഒരിക്കൽ ഒരു സംഘം ആളുകൾ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നിട്ട് അവരിങ്ങനെ യസ്മൂന റജുലൻ മിൻഹും അബ്ദുൽ ഹജർ, ആളുകൾ ഇങ്ങനെ കൂട്ടത്തിൽ ഒരാൾ അബ്ദുൽ ഹജർ കല്ലിന്റെ അടിമ ഇങ്ങനെ വിളിക്കണ കേൾക്കാണ്ട്. ആ സമയത്ത് ആ റസൂലുള്ളാഹി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, മസ്മുക്, എന്റെ പേരെന്താന്ന് ചോദിച്ചു. അബ്ദുൽ ഹജർ, എന്റെ പേര് അബ്ദുൽ ഹജർ എന്നാകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ അന്ത അബ്ദുള്ള, ഈ സമയം മുതൽ ഈ സെക്കൻഡ് മുതൽ താങ്കൾ അബ്ദുള്ളയാകുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കൊരു പാഠമായിരിക്കും, ഇത് നമുക്കൊരു തത്വമായിരിക്കണം. അല്ലാഹുവല്ലാത്തവരിലേക്ക് അബ്ദിനെ
ചേർത്തിക്കൊണ്ട് വിളിക്കപ്പെടുന്ന പേരുകൾ ഒരിക്കലും അത് നിലനിർത്താൻ പാടില്ല. അള്ളാഹു ശപിച്ച ആളുകളുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അബൂ ജഹൽ, അബൂ ലഹബ്, അതുപോലെയുള്ള ആളുകൾ. രണ്ട് പ്രമുഖമായ വിഭാഗങ്ങൾ. ആ പ്രമുഖമായ വിഭാഗങ്ങളിൽ അവർ സാധാരണ തിരിച്ചറിയാൻ വേണ്ടി ആ സൊസൈറ്റിക്കകത്ത് വിളിക്കപ്പെടുന്ന നാമങ്ങൾ ഇന്നിപ്പോ പേര് കേട്ട് കഴിഞ്ഞാല് ഇത് വാലിൽ പെട്ടതാണോ മഗ്ലൂബിൽ പെട്ടതാണോ ഇത് അൻഅംതയിൽ പെട്ടതാണോ ഇതൊന്നും തിരിച്ചറിയാം. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആളുകളുടെ പേരുകൾ വിളിക്കരുത്. റബ്ബ് നശിപ്പിച്ചു കളഞ്ഞ ചില ആളുകളുണ്ട്. ഫറോവ മുക്കിക്കളഞ്ഞതാ. ഹാറൂനെ പോലെ, നമ്രൂദിനെ പോലെയുള്ള, ഹമാനെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അദാബിന് ഭൂമിയിൽ വെച്ചുകൊണ്ട് റബ്ബിന്റെ അദാബിന് വിധേയരാക്കപ്പെട്ട ആളുകൾ അത്തരം പേരുകൾ വിളിക്കപ്പെടരുത്. വെറുക്കപ്പെടുന്ന അർത്ഥം വരുന്ന പദങ്ങൾ, വാലിമ്, ഫാസിഖ് തുടങ്ങിയിട്ടുള്ള പേരുകൾ വിളിക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഹങ്കാരത്തെ ധ്വനിപ്പിക്കുന്ന പേരുകൾ വിളിക്കാൻ പാടുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഇമാം ബുഖാരിയും മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അഖ്ന അൽ അസ്മാഇ ഇൻദല്ലാഹി റജുലൻ തസമ്മ ബി മലിക്കിൽ അംലാക്. മലിക് എന്ന് പറഞ്ഞ രാജാവാണ്, പേര് വെക്കാം. ഭൂമിയിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അള്ളാഹ് കൊടുക്കുന്ന മുൽക്ക്. നമ്രൂദിനെ രാജാവാക്കിയതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, നാം ആധിപത്യം നൽകിയെന്ന. ഭൂമിയിൽ ആരെങ്കിലും രാജാവായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് കൊടുക്കുന്ന ആധിപത്യമാണ്. മാലിക്കുൽ അംലാക്ക്, രാജാക്കന്മാരുടെ രാജാവ്. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ലാ മാലിക ഇല്ലല്ലാഹു അസ്സ വജല്ല. അല്ലാഹുവല്ലാതെ മാലിക്കുൽ മുൽക്കായിട്ടുള്ളവൻ, സർവ രാജാധിരാജൻ എന്ന് പറയുന്ന, അതിന്റെ പേർഷ്യൻ ഫോർമാറ്റ് ആണ് ഷാഹിൻ ഷാ എന്നുള്ള സാധനം. ഷഹിൻ ഷാ, ഷാഹിൻ ഷാ ഉറുദു പേർഷ്യൻ പതിപ്പുകളാ. ആ പേര് വെക്കുന്ന ആളുകളാണ് ചില കുട്ടികൾക്ക്. മാറ്റിക്കളയണം അത്. പ്രവാചകൻ വിരോധിച്ച, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകന്റെ വിരോധനമുള്ള വിഷയമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ മേൽ പറഞ്ഞ കുറെ പൊതു തത്വങ്ങൾ, ഈ തത്വങ്ങളെ അർത്ഥമുള്ളതുമായ അനാവശ്യമായ തെറി വരുന്ന, പിന്നെ ഉമർലാന്റെ അടുക്കലേക്ക് ഒരു കുട്ടി പരാതിയിട്ട് വരുന്നുണ്ട്. മോൻ പറഞ്ഞത് അനുസരിക്കണില്ല. എന്നിട്ട് ഉമർലാനോട് ചോദിക്കുന്ന ചോദ്യം, മക്കൾക്ക് മാതാപിതാക്കളോട് ഉത്തരവാദിത്തല്ലേ എന്ന്. ഈ കുട്ടീനെ വിളിച്ചേർത്തി ഉമർലാനെ വിളിച്ചേർത്തിയിട്ട്, എന്താ മോനെ വാപ്പ അങ്ങനെ പരാതി പറയണ്ടോ? കുട്ടി എണീറ്റ് എന്നിട്ട് ചോദിച്ചു, അല്ല മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമേ ബാധ്യതയുള്ളൂ, മാതാപിതാക്കളോട് ബാധ്യത. സാധാരണ ഉമർലാന്റെ സദസ്സിൽ ചോദിക്കാൻ ആരും ഭയപ്പെടുന്ന, പക്ഷെ കുട്ടി ധൈര്യത്തോടു കൂടി ചോദിച്ചു, ഉണ്ട് മോനെ. എന്തൊക്കെയാണത്? ഒന്ന് നല്ലൊരു ഉമ്മാനെ തെരഞ്ഞെടുക്കണം എന്നാ, കുട്ടിനെ വളർത്താൻ പറ്റിയ ദീനുള്ള ഒരു ഉമ്മാനെ. എന്റെ വാപ്പ കെട്ടിയത് ഒരു മജൂസിയായ പെണ്ണിനാണെന്ന് കുട്ടി മറുപടി പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് എന്താ? ഇന്നത്തെ കുട്ടിക്ക് നല്ല പേര് വെച്ചു കൊടുക്കണം. എന്റെ വാപ്പ എനിക്ക് തന്ന പേര് ജൊറാ എന്നാണ്, കരിവണ്ട് എന്നാണ് പേര്. പിന്നെന്താ ഖലീഫ? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. എന്റെ വാപ്പ എനിക്ക് ഖുർആൻ ഒരൊറ്റ ഹർഫും പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ കുട്ടിക്ക് ആ മാതാപിതാക്കളോട് തിരിച്ച് ഒരു അമാനത്തുമില്ല, ഒരു ബാധ്യതയില്ല, പരാതി പറയാൻ വകുപ്പില്ല. അവിടെ കുട്ടികളെ അനുസരിക്കില്ല എന്ന് പറയും. കുട്ടികളോട് അങ്ങോട്ട് കൊടുക്കേണ്ട കുറെ പണികളുണ്ട്, ബാധ്യതകളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ സമ്പൂർണമായി നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയുള്ള നല്ല മക്കളെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബുനാ വയർദാ. വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. സഹോദരി സഹോദരന്മാർ, അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ അവന് കുടുംബത്തിൽ മാത്രമല്ല, അവൻ ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിലും ഒരു ഇമ്പം ഉണ്ടാവണം. അവിടെയൊക്കെ പരസ്പരം ഉള്ള ബന്ധങ്ങളിൽ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും പ്രകടിപ്പിക്കേണ്ടത്.
പ്രത്യേകിച്ച് ഇടപെടുന്നിടത്തും സംസാരിക്കുന്നിടത്തുമൊക്കെ, ആളുകൾ അഭിസംബോധന ചെയ്യുന്നിടത്തൊക്കെ പരസ്പരം അകറ്റാത്ത, അടുപ്പിക്കുന്ന നല്ല സമീപന രീതിയാണ് സ്വീകരിക്കുന്നത്. ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും സംസാരത്തിന്റെ മധ്യേ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഗഫാരി, അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിളിച്ചത് യാ ബിന സൗദാ, കറുത്ത ഉമ്മാന്റെ മോനെന്ന്. അദ്ദേഹത്തിന് സങ്കടം താങ്ങാൻ കഴിഞ്ഞില്ല. പരാതിയുമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. പറ്റിപ്പോയി എന്ന്. റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, താങ്കൾ ജാഹിലിയ്യത്ത് അവശേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാഹിലിയ്യത്തിൽ നിന്ന്, ഏറ്റവും വലിയ അന്ധതയിൽ നിന്ന്, 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബിത്ത സ്വഭാവത്തിൽ നിന്ന് ഏറ്റവും ഫ്രഷായ തസ്കിയത്ത് നേടിയ നല്ല ഒരു തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്. അവരെ ശുദ്ധീകരിച്ചുവെങ്കിലും ചില പോരായ്മകളിൽ അവളിൽ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ബോഡി ഷെയിം ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. ബിലാൽ റളിയല്ലാഹുവിന്റെ തൊലി കറുത്തിട്ടാ, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വാപ്പിയമ്മയൊക്കെ കറുത്തതായിരുന്നു. എത്യോപ്യക്കാരനായിരുന്നു. ചന്തയിൽ അടിമയായി വന്ന് വിൽക്കപ്പെടുകയും ഖുറൈശികളുടെ കുടുംബത്തിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടപ്പോൾ എൻ്റെ മുൻപിൽ ഒരു ചെരുപ്പിന്റെ വാരടി ശബ്ദം, നടന്നു പോകുമ്പോ ചെരുപ്പ് കാലിലടിക്കുന്ന ഒരു സൗണ്ട്, ആ സൗണ്ട് ഞാൻ കേട്ടു. അത് ആരാന്ന് ചോദിച്ചപ്പോ ബിലാലാണെന്ന് പറഞ്ഞു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ, തൊലി കറുത്തിട്ടായിരുന്നു. അത് വിളിച്ചവനെ, കറുത്ത ഉമ്മയുടെ മകനെ എന്ന് വിളിച്ചവനെ, താങ്കളിൽ ജാഹിലിയത്ത് അവശേഷിക്കുന്നുവെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ ഒരിക്കലും അഹങ്കാരത്തിന്റെ അവന്റെ തൊലിയേക്കാളും എന്റെ തൊലി അല്പം കളറ് കൂടുതലാണ്, ഈ ഒരു ചിന്താഗതി ഒരിക്കലും ഒരു വിശ്വാസി പേറി നടക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹിയുടെ മറ്റൊരു പത്നിയായിരുന്ന സഫിയ ബിൻത് ഹുയയ് ബിൻ അഖ്തബ്, അവരെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പരാമർശിക്കെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ചെറിയൊരു ആക്ഷൻ കാണിച്ചു. ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ഷോട്ടോ എന്ന് ചോദിച്ചു, ആ കുറിയവളോ എന്ന് ചോദിച്ചു. കോപം കൊണ്ട് കണ്ണുകൾ ചുവന്നു തുടുത്തു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ, ആയിഷ നീ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ സ്വന്തം സഹഗണത്രമായ മറ്റൊരു ഭാര്യയെ സംബന്ധിച്ച്, മറ്റൊരു സ്ത്രീയെ കുറിച്ച്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ച്, ആ കുള്ളത്തി എന്ന അർത്ഥത്തിലുള്ള ഒരു സൂചനയും ഒരു പരാമർശവും നീ പറഞ്ഞ വാക്കിലൗ മജിസത് ബിമാഇൽ ബഹർ, കടലിലെങ്ങാനും കൊണ്ടുപോയി കലക്കിയാൽ ആ കടലിലെ വെള്ളം മുഴുവൻ കലങ്ങാൻ മാത്രം ഗൗരവമുള്ളതാണ് ആയിഷ നീ പറഞ്ഞ വാചകമെന്ന് പറയാൻ പാടില്ല. ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ തുടക്കത്തിൽ പ്രായത്ത് കേട്ടത് ഓർമ്മ ഉണ്ടാവണം. സൃഷ്ടിപ്പ് നടത്തുന്ന അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ്. അതിൽ ഷോർട്ട് ഉണ്ടാകും, ടോൾ ഉണ്ടാകും, ഉയരം കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാകും. അത് പല കോലത്തിലുള്ളവരുണ്ടാകും, പല വർണ്ണത്തിലുള്ളവരുണ്ടാകും. അതൊക്കെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയുള്ള, എല്ലാവരും ഒരുപോലെയാണെങ്കിൽ അവസ്ഥ എന്തേക്കാരം. അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഒരു ആയത്താണ് മനുഷ്യനെ വ്യത്യസ്തമായ രൂപഭാവത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ആ റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയുകയും എന്നെ പോലെയുള്ള മറ്റൊരു സൃഷ്ടിയാണ് ഇവനെന്ന തിരിച്ചറിവുണ്ടാവുകയും വേണം. അത് എത്ര താഴേക്കിടയിലുള്ളവനായിരുന്നാലും ശരി, എത്ര മേലേക്കിടയിലുള്ളവനായിരുന്നാലും ശരി, ഇത്തരത്തിൽ പുച്ഛിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരുത്തൻ അങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ അവനെ തിരുത്തേണ്ടതുണ്ട്. അവരെ റസൂലുള്ളാഹി അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിമർശിച്ചിട്ടുണ്ട്.
അത് ഇസ്ലാമിന്റെ പോളിസിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു അധ്യാപനത്തെ പകർന്നു നൽകേണ്ടതുണ്ട്. ഒരാൾ മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോ അവന്റെ നിറത്തിന്റെ പേരിലോ കുലത്തിന്റെ പേരിലോ അവന്റെ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ അവന്റെ സാമ്പത്തികമായ നിലവാരത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ കൊച്ചാക്കി സംസാരിച്ച് കേൾക്കുന്ന ആളുകൾ കൈയടിച്ചു കൊടുക്കുക എന്നത് അത് ഒരു സാമൂഹികമായ ദുരന്തമാണ്. അതൊരു സാമൂഹികമായ ദുരന്തമാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് വസിയത്ത് ചെയ്യുന്നു, ആരുമാരെക്കാളും മേലെയല്ല. ഒരു അറബിക്കും അനറബിയേക്കാളും ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഒരു ആണിന് പെണ്ണിനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒന്നിന്റെ വിഷയത്തിലും ഒരു മേന്മയുമില്ല, തഖ്വയുടെ വിഷയത്തിലൊഴികെ. അള്ളാൻ ആർക്കാ പേടിയുള്ളത്? ഓൻ അള്ളാന്റെ അടുത്തവനാ, ബാക്കിയൊക്കെ താഴെ. ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, അവന് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയുണ്ട്. അവന് പ്രത്യേകമായ തഖ്വയുടേതായ ധാരാളം നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാമൂഹിക അന്തരീക്ഷത്തിൽ വിശ്വാസി സമൂഹം ജീവിക്കുമ്പോൾ, ഞാൻ മുമ്പ് ഖുത്ബ പറഞ്ഞ ഓർമ്മ അറിയില്ല, അബ്ദ് റബ്ബ്, ഈ രണ്ട് പദങ്ങൾ, റബ്ബ് മേലെ അബ്ദ് താഴെ, എല്ലാവരും അള്ളാന്റെ അടിമകൾ, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ഇത് നമ്മുടെ മനസ്സുകളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകും. ഒരുപാട് സഹോദരങ്ങൾ, തൻ്റെ ക്യാൻസർ ബാധിതരായ സഹോദരന്മാര്, ഓപ്പറേഷന് വേണ്ടി പ്രവേശിക്കുന്ന മക്കൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആഇന് വേണ്ടി ആളുകൾ ആവശ്യപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവും. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളെയും അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗലോകത്തെ, ഏറ്റവും ഉന്നതമായ സ്വർഗ്ഗലോകത്തെ അവൻ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.